മലങ്കര കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ദൈവവിശ്വാസത്തിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ എത്രത്തോളം ഉണ്ട് എന്നും അതുപോലെ മതങ്ങളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളും ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളും ഒക്കെയായിരുന്നു. തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മരിയദാസ് അച്ഛനോടൊപ്പം നമുക്ക് കടക്കാം. നമ്മൾ മനുഷ്യചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലുള്ള മനുഷ്യനെ മതങ്ങൾ സ്വാധീനിച്ചിരുന്നു അല്ലെങ്കിൽ അവനെ നയിച്ചിരുന്നു എന്നും പിന്നീട് ഫിലോസഫി അല്ലെങ്കിൽ തത്വശാസ്ത്രം ആ ഒരു സ്ഥാനം ഏറ്റെടുത്തു എന്നും എന്നാൽ ഇപ്പോൾ ശാസ്ത്രം ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ നയിക്കുന്നു എന്നുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്: ശാസ്ത്രമാണ് ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യകുലത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും, മതം എന്നൊരു യാഥാർത്ഥ്യവും തത്വശാസ്ത്രം എന്നൊരു യാഥാർത്ഥ്യവും കാലഹരണപ്പെട്ട് കഴിഞ്ഞു, അവയെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നൊരു ആശയം പലരും പറയാറുണ്ട്. അപ്പോൾ എന്താണ് അതിന് അച്ഛന് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണത്. അതായത് ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് കാടടച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ്. മതത്തെ മറികടന്ന് പിന്നെ തത്വശാസ്ത്രത്തെയും മതത്തെയും മറികടന്ന് ഇപ്പോൾ ശാസ്ത്രവും വന്നു നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ തത്വശാസ്ത്രം, അതിന് ഇംഗ്ലീഷ് ഫിലോസഫി എന്നാണ് പറയുക. ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതിനുള്ള മറുപടി നമ്മൾക്ക് തരും. ഫീലോസ് സോഫിയ, ലവ് ഫോർ വിസ്ഡം, ജ്ഞാനത്തിനോടുള്ള സ്നേഹം എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനോടുള്ള സ്നേഹമാണ് ഫിലോസഫി. അപ്പോൾ ഫിലോസഫിക്ക് ഒരു യഥാർത്ഥ മതത്തിനെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഒരു മത അന്വേഷിയായ അല്ലെ ദൈവാന്വേഷിയായ ഒരു വ്യക്തി തേടുന്നത് ഈ പാരമാർത്ഥികമായ യാഥാർത്ഥ്യത്തിന് അതിനെക്കുറിച്ചുള്ള അറിവിനെ തന്നെയാണ്. അതുമായുള്ള ബന്ധത്തിലാണ് അവൻ. അപ്പോൾ അങ്ങനെ ഒരു ഉപാസകനെ എങ്ങനെ ഫിലോസഫിക്ക് നിഷേധിക്കാൻ പറ്റും? ഇഫ് ഫിലോസഫി ഈസ് ലവ് ഫോർ ദ വിസ്ഡം. ഫിലോസഫി ജ്ഞാനത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ആത്യന്തികമായ ജ്ഞാനമാകുന്ന ദൈവത്തെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മതത്തെ നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഇത് പരസ്പര പൂരകങ്ങളാണ്. മാത്രമല്ല, നമ്മുടെ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ അല്പം കൂടെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഉദാഹരണമായിട്ട് യൂറോപ്യൻ നാടുകളിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്ത് ഈ ദ്വന്ദ്വം, ഈ രണ്ട് എന്നുള്ള ഈ വിഭജനം വളരെ വ്യക്തമാണ്. തിയോളജി, ഫിലോസഫി, ദൈവശാസ്ത്രം, തത്വശാസ്ത്രം. പക്ഷെ ഭാരതത്തിലേക്ക് വന്നാലോ രണ്ടും കൂടി ഒന്നാണ്. ദർശനം എന്നാണ് പറയുക, ദർശനാസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ചോദ്യത്തിന് തന്നെ വാസ്തവത്തിൽ ഭാരതത്തിൽ പ്രസക്തിയില്ല. നമ്മുടെ ദൈവശാസ്ത്രം തന്നെ നമ്മുടെ ഫിലോസഫിയാണ്. നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നതാണ് നമ്മുടെ ദൈവശാസ്ത്രം. ഇത് ഈ ഡൈക്കോട്ടമൈസ് ചെയ്ത് ചിന്തിക്കുക അല്ലെങ്കിൽ വിഭജിച്ച് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ഈ കണക്ഷൻ ഉണ്ട്. പക്ഷേ രണ്ട് കമ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ ഒരു വിഭജനത്തിൻ്റെ അല്ലെങ്കിൽ കളം തിരിച്ചുള്ള മനസ്സിലാക്കലിൻ്റെ പ്രക്രിയയിൽ ഈ ചോദ്യം പ്രസക്തമാണെന്ന് തോന്നാം. അവിടെ പോലും പ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് മതത്തെ മാറ്റിക്കളഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതല്ല ഫിലോസഫി. ഈ മതത്തെ മനസ്സിലാക്കാൻ ഒരു പ്രത്യേകമായ രീതിയിൽ ശ്രമിച്ചതിൻ്റെ പ്രോഡക്റ്റാണ് വാസ്തവത്തിൽ ഫിലോസഫി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ജസ്റ്റിൻ മാർട്ടിൻ പറഞ്ഞത് ഫിലോസഫി ഈസ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് തിയോളജി എന്ന് പാശ്ചാത്യ നാട്ടിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിൽ അല്പം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ഈ ദൈവശാസ്ത്രമെന്നോ തത്വശാസ്ത്രമെന്നോ ഉള്ള ഈ ദ്വന്ദ്വം ഉണ്ടാക്കാതെ അവർ ദർശനാസ് അല്ലെങ്കിൽ ദർശനങ്ങൾ എന്ന രീതിയിൽ ഈ വിജ്ഞാനത്തെ കാണുന്നതിന് ശ്രമിച്ചത്. പിന്നീട് ഈ 18-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്ന റിഫർമേഷൻ, റിനൈസൻസ്, എൻലൈറ്റൻമെൻ്റ് ഒക്കെ വന്നപ്പോൾ ആണ് ഈ വിഭജനം കൂടുതൽ ഷാർപ്പാകുന്നത്. ഒരുപക്ഷെ അതിന് മുൻപ് സയൻസ് തന്നെ നാച്ചുറൽ ഫിലോസഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് സത്യം. പിന്നീട് മുൻപോട്ട് പോകും തോറും ഈ വിഭജനത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കൂടി വന്നപ്പോൾ പല തട്ടകങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിട്ട് അറിയാം. ഇതിന് ചില നന്മയുണ്ട്. ആ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്പെഷ്യലൈസേഷൻ്റെ കരുത്തുണ്ടാകും. ഇപ്പോൾ നമ്മുടെ രോഗനിർണയ ചികിത്സാ രംഗത്ത് ഇപ്പോൾ ഓർത്തോപെഡീഷ്യൻ ഉണ്ട്, അല്ലെങ്കിൽ കാർഡിയോളജി ഉണ്ട്,
അല്ലെങ്കിൽ ന്യൂറോളജി ഉണ്ട്, ഇങ്ങനെ പലതായിട്ട് പോകുന്നുണ്ട്. അതെ. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ 2 കാലുമുട്ടും പന്ത് കളിച്ച് കേടായി, ഓപ്പറേഷൻ കഴിഞ്ഞു. അതെ. അപ്പോൾ എന്നോട് ഡോക്ടർ, അതായത് ഓർത്തോപീഡീഷ്യൻ പറയും, അച്ഛൻ ഇനി കളിക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ മുട്ട് ഇനിയും ചീത്തയാകും, ഒരു രക്ഷയില്ല, അതുകൊണ്ട് കളിക്കാൻ പാടില്ല, പിന്നെ അധികം കാലിന് ആയാസം കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഏർപ്പെടരുത് എന്ന് പറയും. പക്ഷേ എൻ്റെ കാർഡിയോളജിസ്റ്റ് എന്നോട് പറയും എല്ലാ ദിവസവും നന്നായിട്ട് വ്യായാമം ചെയ്യണം, ഓടുന്ന നല്ലതാണെന്ന് പറയും. അപ്പോൾ ഇത് രണ്ടുപേരും, ഒരാൾ എൻ്റെ ഹാർട്ടിനെയാണ് ചികിത്സിക്കുന്നത്, അതിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കറക്റ്റാണ്. ഒരാൾ എൻ്റെ കാലിൻ്റെ മുട്ടിനെയാണ് ചികിത്സിക്കുന്നത്, അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു. എന്നെ ആര് ചികിത്സിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സമഗ്രമായിട്ട് കണ്ടൊരു ചികിത്സയെന്ന് ഉപരിയായിട്ട് എന്നെ പാർട്ടായിട്ട് തിരിച്ച് ഓരോരുത്തരും ചികിത്സിക്കുമ്പോൾ ഇതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ, ഒരു ഉദാഹരണം വ്യക്തമാക്കാൻ വേണ്ടി. ഈ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സമഗ്രമായി കണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് അതിൻ്റേതായ മെച്ചമുണ്ട്. സ്പെഷ്യലൈസേഷന് ഓരോ ഘടകത്തിലുമുള്ള തീവ്രതമായ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുമ്പോൾ കൃത്യത കൂടും എന്നുള്ള ഒരു മെച്ചവും കൂടി അതിനകത്തുണ്ട്. ഇതിനെ എങ്ങനെ സമന്വയിപ്പിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ശാസ്ത്രം, മതം, ഫിലോസഫി, ഇതിനെ മൂന്ന് വഴിക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. പക്ഷേ അതിന് യാഥാർത്ഥ്യം അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഈ മീഡിയ ഒരുപാട് ആക്റ്റീവാകുന്നൊരു രംഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഈ നടത്തുന്ന ചർച്ച മീഡിയയുടെ സഹായത്തോടുകൂടിയാണല്ലോ ജനങ്ങളിലേക്ക് എത്തുന്നത്. അതിൻ്റേതായ ഒരുപാട് മെച്ചമുണ്ട്. പക്ഷേ ഈ മീഡിയ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം, അവർക്കൊരു എത്തിക്സ് എന്ന വിഷയം പഠിക്കേണ്ടി വരും. മീഡിയ ഉപയോഗിച്ച് മറ്റൊരാളെ തേജോവധം ചെയ്യാൻ പറ്റും. മീഡിയ ഉപയോഗിച്ച് ഒരുപാട് നന്മകൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും. മീഡിയ ഉപയോഗിച്ച് ദ്രോഹിക്കാൻ പറ്റും. ഇപ്പോൾ മീഡിയയിൽ അങ്ങനെ ദ്രോഹങ്ങൾ ഒരുപാട് നടക്കുന്നതിൻ്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രമാധ്യമങ്ങൾക്ക് ഒരു എത്തിക്സ് ഓഫ് ജേർണലിസം ഉണ്ട്, പത്രധർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. അതവർ പഠിക്കേണ്ടി വരും. ഡോക്ടർമാർ അവർ പഠിക്കുമ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് മെഡിക്കൽ എത്തിക്സ് എന്ന വിഷയം അവർ പഠിക്കേണ്ടതായിട്ട് വരും. യുദ്ധത്തിന് പോലും എത്തിക്സ് ഉണ്ട്. കീഴടങ്ങിയ ശത്രുവിനെ കൊല്ലാൻ പാടില്ല ഉണ്ടല്ലേ. അപ്പോൾ എല്ലാ രംഗത്തും എത്തിക്സ് എന്ന് പറയുന്നത് എന്തുവാ? ധർമ്മശാസ്ത്രമാണ്, അത് സയൻസ് അല്ല, ഫിലോസഫിയാണ്. അപ്പോൾ ഈ ഫിലോസഫി ഇല്ല എങ്കിൽ ഈ ശാസ്ത്രമൊക്കെ മനസാക്ഷിയില്ലാത്തതായിട്ട് മാറും, തിന്മയായിട്ട് മാറും. മനുഷ്യൻ നന്മയേക്കാൾ ഉപരി തിന്മ വിതയ്ക്കുന്നതാവും. അപ്പോൾ ഈ ശാസ്ത്രത്തിന് തന്നെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, മീഡിയയ്ക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ സേവനം ചെയ്യണമെങ്കിൽ ഒരു ഫിലോസഫി വേണം. പന്ത് കളിക്കൊരു ഫിലോസഫിയുണ്ട്, ബിസിനസ്സിനൊരു ഫിലോസഫിയുണ്ട്, പൊളിറ്റിക്സ് തന്നെ ഒരു ഫിലോസഫിയാണ്. ഫിലോസഫി, ധർമ്മശാസ്ത്രത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ട് കാണുന്നത് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ശാസ്ത്രവും മതവും അതുപോലെ തന്നെ ഈ പറയുന്ന ഫിലോസഫിയും വാസ്തവത്തിൽ ഒരേ മനുഷ്യ സങ്കല്പത്തിൻ്റെ വിവിധ തലങ്ങളാണ്. ഇതിനെ നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകുന്നല്ലാതെ യാതൊരു നന്മയും ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പുരോഗമിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ അറിവ് എക്സർസൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഭ്യസിക്കേണ്ടത് എന്നുള്ളതിന് ചില മാനദണ്ഡങ്ങൾ വരുമ്പോൾ ദൈവവിശ്വാസവും തത്വശാസ്ത്രവും എത്തിയേ പറ്റൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലോണിങ്. ഞാൻ പറഞ്ഞു കേട്ട ഒരു സംഭവം ഒരു വായിച്ചാണ്. ക്ലോണിങ് ഒരു ആടിനെ നടത്തിയ മറ്റൊരു റോഡിൽ നിന്ന് ആടിനെ ഉണ്ടാക്കി. ഓക്കെ, അന്ന് രാത്രി തന്നെ റോഡ്മാൻ എന്ന് പറയുന്ന NBA ബാസ്കറ്റ്ബോൾ പ്ലെയർ 5 ക്ലോണുകളെ ഓർഡർ ചെയ്യുന്നതാണ് പറഞ്ഞു. അയാളുടെ കൂട്ടുള്ള 5 ഒരു ബാസ്കറ്റ്ബോൾ ടീം ഉണ്ടാക്കുക. ഉടനെ NBA അത് നിരോധിച്ചുകൊണ്ട് നിയമം ഇറക്കി. അമേരിക്കയിൽ ആദ്യം കൺസൾട്ട് ചെയ്യപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യപ്പെട്ടത് ഫിലോസഫേഴ്സിനെയാണ്. ക്ലോണിങ് അവിടെ നിയമം മൂലം നിരോധിച്ചു, മനുഷ്യനിൽ ക്ലോണിങ്. അപ്പോൾ സയൻസ് ഒരു കാര്യം കൊണ്ടുവന്നപ്പോൾ അതിന് നന്മതിന്മകളെയും ഭാവിയിൽ മനുഷ്യരാശിക്ക് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെയും പറ്റി വിലയിരുത്തുവാൻ വന്നത് ഫിലോസഫിയാണ്, ചില മതപരമായ തത്വങ്ങളുമാണ്.
അപ്പോൾ എവിടം വരെ എന്നുള്ളതിന് ചില വരകൾ ഇടേണ്ടി വരും. എങ്ങനെ എന്നുള്ളതിന് ചില മാർഗദർശനങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ആയുധങ്ങളുണ്ടാക്കിയും ശത്രുവിനെ തോൽപ്പിക്കാം, യുദ്ധം ചെയ്യാം എന്നുള്ള ദർശനങ്ങൾക്ക് മാറ്റം വന്നു. ഈ യുദ്ധതന്ത്രങ്ങൾക്ക്, അവരുടെ പോർമുനകൾക്ക് വീര്യം കൂട്ടുന്ന ആയുധങ്ങൾ അത് ശാസ്ത്രത്തിൻ്റെ പ്രോഡക്റ്റാണ്. പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ അനുവാദം വേണം എന്ന് പറയുന്നതിന് സഹായിക്കുന്നത് ചില ഫിലോസഫിയാണ്, ചില റിലീജിയസ് പ്രിൻസിപ്പിൾ കൂടിയാണ്. മനുഷ്യനിൽ പരീക്ഷണം നടത്താൻ പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് മനുഷ്യനിലേക്ക് അതിന് ഉപയോഗം കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന് അതിന് പിന്നിൽ വ്യക്തമായ ചില ഫിലോസഫിയുണ്ട്, വ്യക്തമായ ചില മതസങ്കല്പങ്ങളുമുണ്ട്. ഇത് ഒരു രാഷ്ട്രത്തെ തുണയ്ക്കുന്ന വലിയ ശക്തികളിലൊന്നാണ്. അപ്പോൾ ഈ നിലവിൽ ഉള്ള മതവിശ്വാസത്തെ മറ്റൊരു സ്ഥലത്ത് നിലവിലുള്ള മതവിശ്വാസങ്ങൾ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ അജണ്ട പോലും മാറും. ഒരു നാട്ടിലെ മതവിശ്വാസം പൊളിറ്റിക്കൽ അജണ്ടയെ എങ്ങനെ സ്വാധീനിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ രണ്ട് തട്ടിലാണെന്ന് പറയുന്ന നിലക്കാൻ ഇന്നത്തെ ആധുനിക ലോകത്തിൽ പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് വെറും അഭ്യൂഹം അല്ലെങ്കിൽ വെറും ഒരു ചിന്ത എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് യാഥാർത്ഥ്യം ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതവും തത്വശാസ്ത്രവും സയൻസും അതെന്നും ഒന്നിച്ചേ നീങ്ങത്തുള്ളൂ, ഒന്നിച്ച് നീങ്ങാൻ പറ്റുകയുള്ളൂ. മനുഷ്യൻ്റെ സുസ്ഥിതിക്ക് അതാവശ്യമാണ്. പക്ഷെ ഇന്ന് പറയുമ്പോഴും ഫിലോസഫി, തെറ്റായ ഫിലോസഫികളുണ്ടായാൽ അല്ലെങ്കിൽ വികലമായ ഫിലോസഫികളുണ്ടായാൽ വികലമായ ശാസ്ത്രം മനുഷ്യനെ ദ്രോഹിക്കുന്ന പോലെ ദ്രോഹിക്കാനും സാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ അല്ലെ ഒരു കൂട്ടം മനുഷ്യർ മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളവരാണ് റൈസിസം. അങ്ങനൊരു ഫിലോസഫി വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തെ ബാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇത് പരസ്പര പൂരകങ്ങളായി നിൽക്കേണ്ടി വരും. മതവും ശാസ്ത്രവും ഫിലോസഫിയും ഒന്നിനെ തുടച്ചു മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതും തെറ്റാണ്. മാറ്റാനോട്ട് പറ്റുകയുമില്ല. ഇതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. അതായത് വെച്ചാൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സമഗ്രതയെ മുന്നിൽ കണ്ടുകൊണ്ട് മതവും തത്വശാസ്ത്രവും അതുപോലെ ശാസ്ത്രവും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടെന്ന ഒരു അതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഉണ്ട്. പരസ്പര പൂരകങ്ങളാണ്, അത് പരസ്പരം നിഷേധിക്കുന്നില്ല. വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം, അതുപോലെ മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ ജീവികളുടെ തന്നെ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന പരിണാമ സിദ്ധാന്തം, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയമായ കുറേ തിയറികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിൻ്റെയും വിശദീകരണം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തിയറികൾ മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെയൊക്കെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരണം തരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവിശ്വാസത്തിൻ്റെ ഒരു സാങ്കത്യം എന്താണ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നോ അല്ലെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്നോ ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്? ഈ ബിഗ് ബാങ് തിയറി എന്ന് ഒരുപക്ഷെ ശാസ്ത്രലോകത്ത് പൊതുവിൽ ഒരു സമ്മതം നേടിയിട്ടുള്ള ഒരു തത്വമാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ്. ആത്യന്തികമായിട്ട് ഈ ലോകം വരെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന് ഏതാണ്ട് ഏറെക്കുറെ ഒരു ഐക്യരൂപം വന്നത് ഒരുപക്ഷെ ബിഗ് ബാങ് തിയറിയിലൂടെ ആയിരിക്കാം. ഒട്ടുമിക്കവാറും എല്ലാ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രവേദികളും അതിനെ സ്വീകരിക്കുന്നുമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ അങ്ങനെ മലയാളത്തിൽ തന്നെ പറയാം പരിണാമ സിദ്ധാന്തം. അത് ഡാർവിൻ്റെ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു തിയറിയുമാണ്. ഈ രണ്ട് ശാസ്ത്ര സത്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര സങ്കല്പങ്ങൾ മതവിശ്വാസത്തെ മാറ്റിക്കളഞ്ഞു, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഒരുപാട് ചർച്ചകൾ ഞാനും കേൾക്കാറുണ്ട്. നമുക്കിത് ഓരോന്ന് വീതം എടുക്കാം. ഒന്നാമത്തേത് ഈ ബിഗ് ബാങ് തിയറിയാണ്. ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് ആരാണ് ആദ്യം പറഞ്ഞതെന്ന് അറിയാമോ? ഒരു പുരോഹിതനാണ്, ക്രിസ്തീയ പുരോഹിതനാണ് എന്ന് കേട്ടു. രണ്ടാമത്തെ ചോദ്യം, ബിഗ് ബാങ് തിയറിയിലൂടെ ദൈവവിശ്വാസത്തെയും ദൈവാസ്തിത്വത്തെയും നിഷേധിക്കുന്നവർ ഇത് പറയാറുണ്ടോ? ഇല്ല. അതെ. ആക്ച്വലി ജോർജ് ലമറ്റർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ബിഗ് ബാങ് തിയറി ആദ്യമായിട്ട് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്.
ഈ ജോർജ് ലാമറ്റർ ആരായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതേ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. 1896 ജനിച്ച് 1926 27 പട്ടം സ്വീകരിക്കുകയും അതിനുശേഷം വൈദികനായിട്ട് തന്നെ ജീവിച്ച് വൈദികനായിട്ട് തന്നെ 1966 മരിക്കുകയും ചെയ്ത ഒരു ജസ്യൂട്ട് വൈദികനാണ്. ഈശോ സഭ അംഗമായിരുന്നു ആ വൈദികൻ. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് വൈദികനാകാനും ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞനാകാനും ആഗ്രഹമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികനായ ശാസ്ത്രജ്ഞനെന്നോ ശാസ്ത്രജ്ഞനായ വൈദികനെന്നോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പക്ഷേ ഈ യുക്തിവാദി സംഘടനകൾ ഈ ബിഗ് ബാങ് തിയറി ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇതിൻ്റെ പ്രണേതാവ്, ഇതിൻ്റെ ജനയിതാവ് ഒരു ഈശ്വര വിശ്വാസിയായിരുന്നോട് പറയത്തില്ല. സൗകര്യപൂർവ്വം അവരതിനെ ഒഴിവാക്കിക്കളയും എന്നുള്ളതാണ് ഈ സത്യം. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറി ലോകത്തിൽ പ്രദാനം ചെയ്ത ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉറവിടം എങ്ങനെയാണെന്നുള്ള ഒരു ഐക്യം ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തയാൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും കണ്ടുപിടിച്ച ശേഷവും മരണം വരെയും ദൈവവിശ്വാസിയായിരുന്നു എന്നുള്ള സത്യത്തെ തമസ്കരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള ഇൻസ്പിറേഷൻ അതായത് പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ബൈബിൾ ഒന്ന് എടുക്കാമെങ്കിലേ അതിൻ്റെ അകത്തുനിന്ന് വായിക്കാം. ബൈബിൾ ഇട്ടിട്ടുണ്ടല്ലോ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-3 വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം എടുക്കുക. അതിൽ 1-ാമത്തെയും 3-ാമത്തെയും വാക്യങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓക്കെ, 1. ആദിയിൽ ആകാശവും ഭൂമിയും. 3-ാമത്തെ വാക്യമോ? ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടാകട്ടെ. ലെറ്റ് ദെയർ ബി ലൈറ്റ്. ജോർജ് ലാമറ്റർ പറഞ്ഞ കാര്യം ആകാശവും, നമ്മൾ ഈ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നീല നിറത്തിലുള്ള സാധനം വിചാരിക്കരുത്. അത് പ്രകാശത്തിൻ്റെ വികിരണം കൊണ്ട് ആ കളർ കാണുന്നേ ഉള്ളൂ. സ്പേസാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസാണ്. ഭൂമി മാറ്റർ. ഇതിനെ രണ്ടിനെ പ്രതിനിധാനം ചെയ്ത രണ്ട് ഘടകം. അപ്പോൾ ആദിയിൽ ശാസ്ത്രീയ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ആൻഡ് മാറ്റർ ഉണ്ടായെന്നതിൻ്റെ അർത്ഥം. ഇതാണ് അദ്ദേഹത്തിനെ പ്രചോദിപ്പിച്ചത്. 3-ാം വാക്യം ലെറ്റ് ദെയർ ബി ലൈറ്റ്. ബും, അതിൻ്റെ ആ മഹാവിസ്ഫോടനം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിലുള്ള ബിഗ് ബാങ് തിയറി. പക്ഷെ ബൈബിളിൽ അത് അഭ്യസ്തവിദ്യരല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന കഥകളായിട്ട്. അതുകൊണ്ട് ഒരു ഹിസ്റ്ററി ബുക്കല്ല, ഡേറ്റ ബുക്കല്ല, ഒരു മെസ്സേജ് ബുക്കാണ്, ഒരു സന്ദേശം നൽകുന്ന ബുക്കാണ്. അപ്പോൾ ജോർജ് ലാമറ്ററിൻ്റെ സയൻറ്റിഫിക് തിയറിയുടെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-3 വാക്യങ്ങളാണെന്ന് അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നതാണ്, ഞാൻ പറഞ്ഞല്ല. അപ്പോൾ ലെറ്റ് ദെയർ ബി ലൈറ്റ്, ഒരു സ്ഫോടനം, ആകാശവും ഭൂമിയും ഉണ്ടാകും. ആദ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് വളരെ സങ്കീർണമായ ചോദ്യങ്ങളിലേക്ക് പോകും. എങ്കിലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ ലളിതമായിട്ട് നമുക്കതിനെ ഒന്ന് കാണാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഈ ബിഗ് ബാങ് തിയറി രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെട്ടത്? പ്രപഞ്ചത്തെ നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി വളരെ സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബലൂണാണെങ്കിൽ അവരോട് ഇങ്ങനെ വികസിച്ച് പോകുന്ന പോലെ കണക്കാക്കുക. അപ്പോൾ അതിലെങ്കിലും കൊച്ചു കൊച്ചു ഡോട്ടുകൾ പോലെ, ഭൂമിയൊക്കെ ചെറിയൊരു ഡോട്ടാണ്, ചെറിയൊരു പൊടി പോലെ സാധനമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എല്ലാ കോണുകളിലേക്കും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് തിരിച്ച് ഇത് എവിടെ നിന്ന് ആരംഭിച്ച് ആഗ്രഹിച്ച ആ ഒരു ചിന്ത, ഈ ആവേഗം, ഈ സ്പീഡ് അല്ലെങ്കിൽ ഈ ഊർജം എങ്ങനെ ആരംഭിച്ച് ആഗ്രഹിച്ച അതാണ് തിയറിയുടെ മൂല കാരണം. അപ്പോൾ അതിന് ജോർജ് ലാമറ്റർ പറഞ്ഞ പ്രിമീവിയൽ ആറ്റം, ഇതെല്ലാം കൊണ്ട് ഒരു കേന്ദ്ര ബിന്ദുവിൽ ഒരു പ്രിമീവിയൽ ആറ്റത്തിൽ ഗുപ്തമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ സ്പേസ് മാത്രം എന്ന് പറയുന്നത് പോലും പ്രസക്തി ഇല്ലാത്ത വണ്ണം വളരെ കോൺസെൻട്രേറ്റ് അതിതീവ്രമായ മർദ്ദത്തിൽ ഒന്നിച്ചു കൂടിയെന്നാണ്. അവിടെ ഒരു പ്രത്യേക പോയിന്റിൽ ഇതൊരു വിസ്ഫോടനമുണ്ടായി. ആ വിസ്ഫോടനത്തിൽ ഇപ്പോഴും അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അകന്നുപോയ ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇത് ആവശ്യത്തിന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇവൻ്റെ തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹാവിസ്ഫോടനം ഉണ്ടായി. അതിങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പം പണ്ട് വിചാരിച്ച പോലെ ഇപ്പം പറയും, ഇപ്പം നമ്മുടെ ഗാലക്സി പോലെ
പല ഗാലക്സി ഉണ്ട്, മില്യൺസ് ഓഫ് ദം. അതെ. അതെല്ലാം ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുക. അതെ. ഇവിടെ ആണ് ആദ്യത്തെ വാചകത്തിൻ്റെ പ്രത്യേകത. ഈ ചെറിയ ഈ കേന്ദ്ര ബിന്ദുവായിരുന്ന സമയത്ത് അതുപോലെ കണ്ടൻസറാണ്. അതെ. അവിടെ സ്പേസും ഇല്ല, മാത്രമില്ല, അതെ, അതിന് പ്രസക്തിയില്ല ചിന്തിക്കുന്നതിന്. ഈ വിസ്ഫോടനത്തിലൂടെ ഈ അകന്നു ആദ്യം ഉണ്ടാകുന്ന സ്പേസ് ആൻഡ് മാറ്ററാണ്. അതെ. ആകാശ ഭൂമി സൃഷ്ടിച്ചു. ഇത് പരിപൂർണ്ണ ഐക്യത്തിൽ നിൽക്കുകയാണ്. ലെറ്റ് ദർ ബി ലൈറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ സൃഷ്ടിവാചകം ബൈബിളിൽ വെച്ച് നോക്കുമ്പോൾ. അതെ. അപ്പോൾ ഈ മഹാവിസ്ഫോടനത്തിൻ്റെ ഹേതു എന്താ? ആ ചോദ്യം നമ്മളുണ്ട്. സയൻസിൻ്റെ തലമാണെന്ന് ഞാൻ പറഞ്ഞു. സയൻസിൻ്റെ ഉത്തരം പറഞ്ഞ നിർബന്ധമില്ല, പക്ഷെ മതത്തിന് ചിലത് പറയാൻ കാണും. അപ്പോൾ ഇതാണ് ഒരു കാര്യം എനിക്ക് പറയാം. ഈ മഹാവിസ്ഫോടനത്തിൻ്റെ പിന്നിൽ ഒരു വൈദികനായിരുന്നു. ഈ തിയറി കണ്ടുപിടിച്ച ശേഷവും അദ്ദേഹത്തിന് ദൈവവിശ്വാസം കൂടുക മാത്രമല്ല, അദ്ദേഹത്തിന് പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ തിയറി രൂപീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പട്ടം സ്വീകരിച്ചു. വിശ്വാസിയായിട്ട് നല്ല വൈദികനായിട്ട് ജീവിച്ച് നല്ല വൈദികനായിട്ട് മരിച്ചു. മരണം വരെ വിശ്വാസിയായിരുന്നു. ഈ ശാസ്ത്ര സത്യം അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് ബൈബിളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിനെ വളർത്തുകയും ഒരു വൈദികനാക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്ത ശാസ്ത്ര സത്യത്തെയാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പം ഈ യൂട്യൂബ് ഗുരുക്കന്മാർ മതത്തിനെതിരായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ള വിചിത്രമായ ഒരു പരിഹാസ്യപരമായ ഒരു സത്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നിരീക്ഷിച്ചപ്പോൾ ഈ വ്യക്തിയുടെ വിശ്വാസ ജീവിതം ഏറ്റവും കരുത്തുറ്റതായി. സയൻസ് സപ്പോർട്ടഡ് ഹിസ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സയൻസ് ഈ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞരായ പലരെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ജോർജ് ലമറ്റിയർ അദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ട് ഐൻസ്റ്റീനെ സമീപിക്കുകയുണ്ടായി. ഈ ഐൻസ്റ്റീൻ ആദ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മതമാറ്റിക്കൽ കൺക്ലൂഷൻ കറക്റ്റാണ്, പക്ഷേ ഇവർ ഫിസിക്കൽ കൺക്ലൂഷൻസ് ആർ അസ്ട്രോഷ്യസ് എന്നാണ് പറഞ്ഞത്. അതേപോലെ അംഗീകരിച്ചില്ല. പിന്നീടാണ് ഈ ഐൻസ്റ്റീനൊക്കെ അത് അംഗീകരിക്കുന്ന കാലം വരുന്നത്. പക്ഷേ ഈ ഐൻസ്റ്റീൻ അദ്ദേഹം തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയാൻ. ക്രിസ്തു മതത്തിലെ ട്രിനിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തെ അദ്ദേഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അവരുടെ പാന്തൈസ് എല്ലാത്തിലും എല്ലാം ദൈവമാണെന്ന് പറയുന്ന ചൈതന്യം മൊത്തം വ്യാപിച്ചിരിക്കുന്ന അങ്ങ് ദൈവസങ്കല്പത്തെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം നിരീക്ഷണമല്ല. അപ്പോൾ ശാസ്ത്രം മതത്തിനെതിരാന്ന് പറയുന്നവർ ഐൻസ്റ്റീൻ്റെ ദൈവവിശ്വാസത്തെ, ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണല്ലോ ഐൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തെ എങ്ങനെ ന്യായീകരിക്കും? മൂന്നാമത് എനിക്ക് ചോദിക്കാനുള്ളത് ന്യൂട്ടനാണ്, സർ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ് നമ്മുടെ സയൻസിൻ്റെ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം, ഒരു ന്യൂട്ടോണിയൻ യുഗം എന്നാണ് അതിനെ പറയുക, സൃഷ്ടിക്കുന്നതും ഈ സയൻസിൻ്റെ യാത്രയിൽ ഒരു പുതിയ ദിശാബോധം ഉണ്ടാകുന്നതൊക്കെ ന്യൂട്ടൻ്റെ വരവോടുകൂടിയാണല്ലോ. അതിന് മുമ്പുള്ള ശാസ്ത്രജ്ഞന്മാർ അപ്രസക്തരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവരെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തെ സഹായിക്കുകയും വളർച്ചയ്ക്ക് വഴിമരുന്നിടുകയും ചെയ്തിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. ന്യൂട്ടൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഒന്നിൻ്റെ പേര് ഓപ്റ്റിക്സ് എന്നാണ്, മറ്റേത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്. ഈ 2 പുസ്തകങ്ങളിൽ അദ്ദേഹം ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഗുരുക്കന്മാരും ഇങ്ങനെയുള്ള വേദിയിൽ വന്നിട്ട് എന്നെ ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞ പോലെ ചെപ്പടി ബുദ്ധി കാണിക്കാമെന്ന് ഞാൻ പറയും. അങ്ങനെ പറയുന്നവർ മറുപടി പറയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇവരുടെ ഗുരുക്കന്മാർ, ശാസ്ത്ര ഗുരുക്കന്മാരായിട്ടുള്ള ന്യൂട്ടണ്, ഐൻസ്റ്റീന്, ജോർജ് ലമറ്റിയർ, അവർ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികന്, അല്ലെങ്കിൽ ഗ്രിഗർ മെന്റൽ കെമിസ്ട്രിയിലെ, ഇവരെല്ലാം അദ്ദേഹം വൈദികനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന് അവർ സമാധാനം പറഞ്ഞത്. ലൂയി പാസ്റ്റർ, ദൈവത്തിൽ വിശ്വസിക്കാത്ത ശാസ്ത്രജ്ഞന്മാർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളും കാണും. റിച്ചാർഡ് ഹോക്കിൻസിനെ പിള്ളേർ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ആർഗ്യുമെന്റിനെതിരായിട്ട് പറയാൻ നമുക്ക് മതത്തിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഫിലോസഫേഴ്സിനെ സംബന്ധിച്ചോളം ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി, അല്ലെ ബിഗ് ബാങ് തിയറി കൊണ്ടുവന്നതോടുകൂടി
മതം ഇല്ലാതായി എന്നുള്ളതിനേക്കാൾ കൂടുതൽ സത്യം അതിൻ്റെ അടിസ്ഥാനമായ മതം നിന്നിരുന്നു എന്നുള്ളതാണ്. ഈ ഇൻസ്പിറേഷനിലേക്ക് ഈ തിയറി കൊണ്ടുവന്ന വ്യക്തിയെ സ്വാധീനിച്ച ഘടകം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിളായിരുന്നു എന്നുള്ള സത്യത്തെ ഇന്ന് തമസ്കരിക്കുന്നതിനാണ് പലർക്കും ഉത്സാഹം, അല്ലാതെ ഈ സത്യത്തെ മുഴുവനായിട്ട് അംഗീകരിക്കുന്നതിന് അല്ല. ഒരു പക്ഷേ ജോർജ് ലെമറ്ററിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു പ്രശ്നം, അദ്ദേഹം ഈ ലേഖനം, ഈ ബിഗ് ബാങ് തിയറി ആദ്യം പബ്ലിഷ് ചെയ്തത് ഫ്രഞ്ചിലാണ്. അദ്ദേഹം ബെൽജിയംകാരനാണ്. പക്ഷെ ഫ്രഞ്ച് ഭാഷ ഇംഗ്ലീഷ് പോലെ ഒരുപാട് പ്രചാരമുള്ള ഭാഷയല്ലല്ലോ. അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകുകയും 2 വർഷം കഴിഞ്ഞ് ഹബിൾ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇതേ തിയറി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൊണ്ടുവന്നു. അത് ഇംഗ്ലീഷിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വായിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ലെമറ്ററിന് ഈ പ്രശ്നം ഉണ്ടായത് എന്നും പറയുന്നവരുണ്ട്, കാണാമായിരിക്കാം. പിന്നീടാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അദ്ദേഹത്തിൻ്റെ തീസിസ് ഡയറക്റ്റ് ചെയ്ത അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ആക്കിയെന്നൊക്കെ പറയപ്പെടുന്നു. ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ചരിത്രപരമായ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കാം ജോർജ് ലെമറ്റർ അറിയപ്പെടാതെ പോയ ആദ്യ കാലഘട്ടങ്ങൾ. പക്ഷെ ഇന്ന് ഇത്രയധികം വ്യാപകമായിട്ട് ശാസ്ത്ര സത്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ വസ്തുതകളിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയും അതിനെ കൂടുതൽ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ബാക്കി ചരിത്രത്തെ മുഴുവൻ മൂടി വെക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ വാസ്തവത്തിൽ സ്വാർത്ഥപരമായ ഒരു താല്പര്യം തന്നെയാണ്. അത് ഈ ശാസ്ത്രത്തെ പൊക്കിപ്പിടിക്കുന്നവർക്ക് അവരുടെ തന്നെ തത്വങ്ങൾക്ക് ശരിയായ സത്യാന്വേഷണം വേണമെന്ന് പറയുന്ന അവരുടെ തത്വത്തെ തന്നെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിട്ടാണ് ഞാൻ കരുതുന്നത്. രണ്ടാമതായിട്ട് മുമ്പേ പറഞ്ഞ ഈ പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഇവല്യൂഷൻ തിയറി, ഇതിനെ വളരെ ലളിതമായിട്ട് നമ്മൾ ഒന്നായിട്ടങ്ങ് പറയുമെങ്കിലും ഒന്നായിട്ട് ഇതിനെ കാണുന്നത് തെറ്റാണ്. അതിന് ഒരു 3-4 തലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയുന്ന കോസ്മിക് ഇവല്യൂഷൻ എന്ന് പറയാം. അത് ഉദാഹരണം ബിഗ് ബാങ് തിയറിയോടെയുള്ള അങ്ങനെയുള്ള തിയറികൾ വഴിയിട്ട് പ്രപഞ്ചത്തിൽ വളരെ പൊതുവായിട്ടുണ്ടാകുന്ന ഒരു പരിണാമമുണ്ട്. ഒരു പ്രിമീവിയൽ ആറ്റം അതിൻ്റെ ഒരു മഹാവിസ്ഫോടനത്തിൽ പരിണമിച്ചുണ്ടാകുന്ന ഒരു പരിണാമത്തിൻ്റെ നാൾ വഴികളുണ്ട്. ആ രീതിയിൽ തന്നെ കാണാം. രണ്ടാമതൊരു എലമെൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു എലമെൻസിൻ്റെ പരിണാമം ഉണ്ടാകുന്നുണ്ട്. അചേതനമായ വസ്തുക്കളുടെ പരിണാമം വഴിയായിട്ട് ചേതന ഉള്ള വസ്തുക്കളിലേക്കുള്ള ഒരു പരിണാമത്തെപ്പറ്റി നമുക്ക് ചിന്തയാം. പിന്നീട് ഇവർ പറയുന്ന മാക്രോകോസം, ഒരു ജീവിയിൽ നിന്ന് കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രകൃതിയുടെയോ ആവശ്യങ്ങൾ വഴിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളിൽപ്പെട്ട് അത് കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പരിണാമമാണ്. പിന്നെ മൈക്രോ ഇവല്യൂഷൻ ഉണ്ട്, മൈക്രോ ലെവലിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാകുന്ന പരിണാമങ്ങളുണ്ട്. മ്യൂട്ടേഷൻസൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ 4 തലങ്ങളും കൂടി ഒന്നിച്ചിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒരു വശത്തുണ്ട്. മറിച്ച് ഈ 4ഉം കൂടി സെപ്പറേറ്റ് ആയിട്ട് അല്പം കൂടെ അനാലിസിസ് അല്ലെങ്കിൽ എൻ്റെ വിശകലനം അല്പം കൂടെ എളുപ്പമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ പറ്റുകയില്ലല്ലോ. പക്ഷേ അതിനെപ്പറ്റി പൊതുവിൽ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. ഈ പാളിച്ച പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, സയൻസിൻ്റെ തന്നെ അടിസ്ഥാനപരമായ തത്വങ്ങളുമായിട്ട് ചേർന്ന് പോകാത്ത ഒരു കാര്യം ഈ പരിണാമ സിദ്ധാന്തത്തിനുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ നിരീക്ഷണം, പരീക്ഷണം, പിന്നെ തത്വത്തിലേക്ക് വരുന്ന നിഗമനങ്ങളിലേക്ക് വരുന്ന തലം. ഈ പറയുന്ന പരിണാമ സിദ്ധാന്തത്തിലാണ് ഇത് 3 ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്യൺസ് ഓഫ് ഇയേഴ്സ് എങ്ങനെ നിരീക്ഷിക്കും? അപ്പോൾ ഇത് ചില അഭ്യൂഹങ്ങളാണ്, അല്ല ചില ഹൈപ്പോത്തസിസ് ആണ്. ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ 500 കോടി വർഷത്തെ പരിണാമം എന്ന് പറയുമ്പം എന്ത് നിരീക്ഷണമാണ് സയൻസിൽ നടത്തുക? അതുകൊണ്ട് തന്നെ ഈ ഡാർവിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയെന്ന് ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സുതാര്യതയില്ലാത്ത അല്പം കളിപ്പീര്, അത് മിസ്സിങ് ലിങ്ക് എന്നാണ് പറയുക. ഈ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായെന്ന് പറയുന്ന ഈ വഴിയാത്രയിൽ ചില മിസ്സിങ് ലിങ്കുകളുണ്ട്. പക്ഷേ ഇതിനെ മറച്ചു വെച്ചിട്ടാണ് ഈ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് അവിശ്വസ്തമായി പോയ
ഒരു പ്രശ്നത്തിൽ നിന്ന് വരുന്നത് കൂടിയാണ് പരിണാമ സിദ്ധാന്തം എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തേത് ഫോസിൽ സ്റ്റഡിയാണ്. അവിടെയും ഇവിടെയും കിട്ടുന്ന ഫോസിലുകളാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തീർച്ചയായിട്ടും മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ചില അഭ്യൂഹങ്ങൾ, മറ്റൊന്നുമില്ല, നിരീക്ഷണമില്ല, എക്സ്പെരിമെൻ്റ് ഇല്ല, അങ്ങ് കാലടച്ച് വെടിവെച്ചിട്ടുണ്ടാകുന്ന ഒരു തിയറി എന്ന രീതിയിൽ ശക്തമായ വിമർശനം ഇന്ന് ഈ പരിണാമ സിദ്ധാന്തം നേരിടുന്നുണ്ട്. ഇന്ന് വരെ അതിന് ഉത്തരം കിട്ടിയിട്ടുമില്ല. അടുത്തത് എക്സ്പെരിമെൻ്റാണ്. ഈ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ് കാർബൺ ഡേറ്റിംഗ് ആണ്. പക്ഷേ ഇന്ന് ഇത് ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സയൻറ്റിഫിക് തിയറി കൂടിയാണ്. കാരണം ഇത് തെറ്റാണെന്ന് അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പല പരീക്ഷണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ ജീവിയുടെ തന്നെ 2-3 ശരീരഭാഗങ്ങളെടുത്ത് പഴക്കം നിർണ്ണയിച്ച് കഴിഞ്ഞപ്പോൾ 2500 വർഷം പഴക്കം, 1000 വർഷം പഴക്കം, അതൊരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ ഒരേ ജീവിയുടെ തന്നെ പല ശരീരഭാഗങ്ങൾക്ക് പല പഴക്കങ്ങൾ കണ്ടെത്തിയ ഒരു കാർബൺ ഡേറ്റിംഗ് സംവിധാനം നിലവിലുള്ളപ്പോൾ അതിനെ ആധാരമാക്കിയിട്ട് ഉണ്ടാക്കുന്ന നിഗമനങ്ങൾ എത്രത്തോളം ശരിയാകും? ഉദാഹരണം പറഞ്ഞാൽ ടൂറിനിലെ ശവക്കച്ചയെ പറ്റിയുള്ള പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് 200 വർഷത്തെ പഴക്കമുള്ളതെന്ന് പറഞ്ഞു. ഇപ്പം പറയണം അതിനേക്കാൾ പഴക്കം ഉണ്ടാവാം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡേറ്റിംഗ് ഒരു കമ്പാരിറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലുണ്ടാകുന്ന ഫ്ലോസ്, പിഴവുകൾ ഇന്ന് ഒരുപാടുണ്ട് എന്ന് ശാസ്ത്രലോകം മുഴുവൻ സമ്മതിക്കുമ്പോഴും ഇതിൻ്റെ ബേസ് നിൽക്കുന്ന ഒരു പഠനത്തിൻ്റെ വിശ്വസനീയത എന്തുമാത്രമുണ്ട് എന്നുള്ളത് വലിയ തർക്ക വിഷയം തന്നെയാണ്. അതിന്ന് കൂടുതൽ തർക്ക വിഷയമായിക്കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ഇതിൻ്റെ സമഗ്രത വളരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. എങ്കിൽ തന്നെയും ആദ്യം ജലത്തിലെ ജീവനുണ്ടായി എന്ന് പറയും. ജലത്തിൽ നിന്ന് മത്സ്യങ്ങളായിട്ടും പിന്നീട് ഉരകങ്ങളായിട്ടും പിന്നീട് സസ്തനികളായിട്ടും ഇത് പുരോഗമിച്ച് പിന്നീട് ഏതോ ചരിത്രത്തിൻ്റെ ഒരു നിമിഷത്തിൽ റാഷണാലിറ്റി അല്ലെങ്കിൽ അവബോധം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പം തന്നെ ഒരു പഴച്ചിലുണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യം നിരീക്ഷിച്ച് വന്നിട്ട് ഈ മെറ്റീരിയലിന് അപ്പുറത്തുള്ള അതീതമായിട്ടുള്ള അവബോധം എന്ന് പറയുന്ന നിരീക്ഷിക്കാൻ മെറ്റീരിയൽ തലത്തിൽ നിന്ന് അപ്പുറം പോകുന്ന ഒരു തലത്തിലേക്ക് ഒരു ജമ്പ് ഉണ്ടാകുന്നു. ഇതാണ് വിശദീകരിക്കാൻ പ്രയാസമുള്ള ഒരു ഘടകം. രണ്ടാമത്തേത്, ഇപ്പോഴെന്താണ് ഇതുണ്ടാകാത്തത് എന്നൊരു ചോദ്യം വരും. കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി, മനുഷ്യനിൽ നിന്ന് മറ്റൊരു ജീവി ഉണ്ടാകാത്തത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയോട് വികസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മൈക്രോ ലെവലാണ്. പക്ഷേ ഈ മാക്രോ ലെവലിലുള്ള എന്തുകൊണ്ട് നിന്നുപോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ പറയിട്ട് റീച്ച് ആൻ ആപ്പെക്സ്, ഇത് പിന്നെ ഒരു സ്റ്റാറ്റിക് സ്റ്റേജിലേക്ക് അത് എത്തി, ഇനി ആവശ്യമില്ല. അതിനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. എന്തുകൊണ്ട് ഇതൊരു അവസാനം? അപ്പോൾ ഈ തിയറി ശരിയാണെങ്കിൽ ഈ പരിണാമം തുടർന്നുകൊണ്ടേയിരിക്കണം. പരിണാമം തുടരാതെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് നിന്നു എന്ന് പറയുമ്പോൾ അടുത്ത പ്രശ്നം, ഇത് നിരീക്ഷിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. മറ്റെന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഉദാഹരണം, എലികളുടെ വാല് മുറിച്ചിട്ട് അവയുടെ സങ്കലനം നടത്തുകയും അതിലുണ്ടാകുന്ന എലികൾ പിന്നെ വാലുള്ളതായിട്ട് വരും. അങ്ങനെ ഒരുപാട് തലമുറകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര തമാശകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രലോകത്തിലെ തമാശകൾക്ക് സാധുത ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഞാനതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇതിനകത്ത് ഇതൊരു കംപ്ലീറ്റ് ഫുൾ പ്രൂഫ് സിസ്റ്റമാണെന്ന് പറയുന്നത് വെറുതെയാണ്. അതിന് ശാസ്ത്രം തന്നെ, പ്രത്യേകിച്ച് കാർബൺ ഡേറ്റിംഗ് തിയറിയുടെ സാധുതയെ സയൻസ് തന്നെ ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശാസ്ത്ര വിഭാഗത്തിൻ്റെ സാധുത ചോദ്യം ചെയ്യപ്പെടും. മാത്രമല്ല ഇതിൻ്റെ ഉപജ്ഞാതാവ് മുതൽ ഇന്ന് വരെ ഉള്ളവർ നടത്തിയിട്ടുള്ള ഈ കവറിങ് അപ്പ് ഓഫ് മിസ്സിംഗ് ലിങ്ക്സ്, അതായത് നഷ്ടപ്പെട്ടു പോയ കണ്ണികളെ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് ഇതൊരു സമഗ്രമായ തത്വമായിട്ട് അവതരിപ്പിച്ചതിലെ വിശ്വാസ്യത ഒരുപക്ഷെ കാലഘട്ടം തന്നെ ചോദ്യം ചെയ്യും. ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടും ഇതിനെ നമ്മൾ ഒരു യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയ നിഗമനമായിട്ട് തന്നെ കണ്ടാൽ തന്നെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കും. ഇതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്താണ്? ഈ അചേതനമായ വസ്തുവിൽ നിന്ന് ആ അചേതനമായ വസ്തുവിനുള്ളൊരു ചേതന സൃഷ്ടി, അല്ലെങ്കിൽ അചേതനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരു ജീവിയിലെ ബുദ്ധി നിക്ഷേപിച്ച ആ നിമിഷം ഇത് ഒരു സ്ലിപ്പറി ഗ്രൗണ്ടാണ്. അതിനൊരു വ്യക്തമായ വിശദീകരണം ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ
ഇപ്പോൾ ചില ശാസ്ത്ര സത്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഉദാഹരണമാണ് ചില നമ്മളിപ്പോൾ സാധാരണ കേൾക്കുന്നതാണ്, എൻ്റെ ചില ഇമോഷൻസ്, ചില കെമിക്കൽ റിയാക്ഷൻസ് എൻ്റെ ബ്രെയിനിലും ശരീരത്തിലും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കോപം വരുമ്പോൾ എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റം, എനിക്ക് ലൈംഗികമായ പ്രചോദനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ, എനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്ന രാസമാറ്റങ്ങൾ. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, വികാരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ആനുപാതികമായി എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങളെ പറ്റി ഇന്ന് പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ എതിരവൻ കതിരവൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, നമ്മുടെ JNU യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എടുത്തതാണ്. ഒരുപാട് ചെറുപ്പക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം നമുക്ക് വളരെ നിരുപദ്രവകരമായി തോന്നാവുന്ന ഒരു ഉണ്ട്, ദൈവത്തിൻ്റെ ആ സിംഹാസനം ബ്രെയിനിലാണ്. കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. അപ്പോൾ അതിന് സ്കാനിങ് നടത്തിയിട്ട് ദൈവചിന്ത ഉണ്ടാകുമ്പോൾ ചില രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ളതാണ് ദൈവികമായ ചിന്ത. അപ്പോൾ ഫെയ്ത്ത്, അതിൻ്റെ കാരണം നമുക്ക് ചില രാസമാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരുപാട് സ്ലൈഡ്സ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ സ്കാനിങ് നടത്തിയിട്ടുള്ള സ്ലൈഡ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇരിപ്പിടം ബ്രെയിനാണ് എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ് ദൈവം. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് വിവരം പിടി കിട്ടിയെന്നുള്ള അടിക്കുറിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എനിക്ക് വിശ്വാസം ഉണ്ടാകാൻ കാര്യം എന്താണ്, എൻ്റെ ബ്രെയിനിലുള്ള ചില രാസമാറ്റങ്ങളാണ്. പക്ഷെ ഇതിലൊരു വലിയ കളിപ്പീരുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചിലപ്പോൾ ഈ സയൻസ് പറയുന്നത് എന്താണ്, നിങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടരുത്. ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ഒരുപാട് വയലൻ്റ് ആകുന്നവർ, ഇതൊക്കെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ വരെ, ഡിപ്രഷൻ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും ചില കെമിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്, ഈ ചിന്ത ഉണ്ടായത് കൊണ്ട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഇവർ ചിലപ്പോൾ ഇതിനെ തിരിച്ചിടും, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായതുകൊണ്ട് ചിന്തയുണ്ടാകും. ഇതിലേതാണ് ശരി? അപ്പോൾ ഒരേ ശാസ്ത്ര സത്യം ആരും അറിയാതെ വളരെ കൗശലപൂർവ്വം എങ്ങനെയാണ് വാദിക്കേണ്ടത് ആ രീതിയിൽ അതിനെ തിരിച്ചും മറിച്ചും ഉപയോഗിക്കുന്നുണ്ട്. എന്നിലുള്ള സെക്ഷൽ അജിറ്റേഷൻസ്, എനിക്കുള്ള ലൈംഗികമായ പ്രവണതകൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഹോർമോണുകൾ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന സയൻസ്, ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് ചിന്ത വന്നാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, ചിന്ത ഉണ്ടായതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇതിനെപ്പറ്റി കാര്യമായിട്ട് റിയാക്ട് ചെയ്തിരുമ്പോൾ ഇത് എതിരവൻ കതിരവൻ പറയുന്ന ഏറ്റവും പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തമാണ്. പക്ഷെ ഞാൻ പറയുന്നു അല്ല. അതിനുള്ള ഒരു തെളിവായിട്ട് ഞാൻ പറയുന്നത് 1998 ഏതാണ്ട് 20 വർഷം മുമ്പ് അമേരിക്ക പബ്ലിഷ് ചെയ്ത പുസ്തകമാണിത്. ദലൈലാമയും സയൻസും തമ്മിലുള്ള എൻകൗണ്ടറിൽ അദ്ദേഹം തന്നെ അന്ന് മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബ് ഗുരുക്കന്മാർ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് ലേറ്റസ്റ്റ് സയൻറ്റിഫിക് തിയറി എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂട്യൂബിൽ ഓടുന്നൊരു സാധനം. ഒരുപാട് ചെറുപ്പക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. 1998 കാലഹരണപ്പെട്ടു പോയ ഒരു ശാസ്ത്രത്തിൻ്റെ വാദം ദലൈലാമ പൊളിച്ചടിക്കതാണെന്ന് ഒരു യൂണിവേഴ്സിറ്റി വിളിച്ച്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, I think that it would be extremely difficult to try and figure out how the minds of 5 billion people work. ഒബ്സർവേഷൻ പറ്റത്തില്ല. സയൻസിൻ്റെ 5 ബില്യൺ ആൾക്കാരുടെ തലച്ചോറിനുള്ള രാസപരിണാമങ്ങളൊന്നും ഇവർ പരിശോധിച്ചിട്ടല്ല. അപ്പോൾ നമ്മുടെ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ നിരീക്ഷണം, പരീക്ഷണം, നിഗമനം, ഇതാണ് ശാസ്ത്രത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൻ്റെ തത്വമെങ്കിൽ ഒരു പ്രൊപ്പോർഷനുമില്ലാത്ത ഒരു ക്ലെയിമാണ് ഇവർ പറയുന്നത്. ദലൈലാമ അന്ന് തന്നെ ചോദിച്ചു, I raised the question, is it possible to conceive the reverse sequence where the thought gives rise to the sequence of chemical events in the brain? എന്തുകൊണ്ട് തിരിച്ച് ചിന്തിച്ചുകൂടാ? എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും വിശ്വാസവും എന്നിൽ ഉണ്ടായപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായി. അദ്ദേഹം പറയുന്നത് ഈ ശാസ്ത്രജ്ഞന്മാർ ചുറ്റും കൂടി അങ്ങനല്ല, ഞങ്ങളുടെ പ്രൈമസ് തിരിച്ചാണ്. അത് തിരിച്ചാണ്. അതിന് കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇതിനെ പ്രതിഷ്ഠിക്കും. അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള സയൻസ് അല്ല, അടിച്ചേൽപ്പിക്കുന്ന തത്വമാണ്. അപ്പോൾ 1990കളിൽ
ലോകം ഒരു ഡിബേറ്റിൽ നടത്തിയപ്പോൾ പുച്ഛിച്ച് തള്ളിയ ഒരു തിയറിയെ ഇന്ന് വീണ്ടും പ്രതിഷ്ഠിച്ചിട്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് പറയുന്നത് തന്നെ ശാസ്ത്രവിരുദ്ധവും സത്യവിരുദ്ധവുമാണ്. അതിൻ്റെ ഈ പുസ്തകം വാസ്തവത്തിൽ വായിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഈ വലിയ ചോദ്യവും ചിന്തയും 20 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട് തള്ളിക്കളഞ്ഞ ഒരു സംഭവത്തെ ഏറ്റവും പുതിയ ശാസ്ത്രസത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ 2 കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. ഒന്ന്, നമ്മളീ പറയുന്ന ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറിയുടെ ജനയിതാവ് ഒരു വൈദികനായിരുന്നു, ജസ്യൂട്ട് വൈദികനായിരുന്നു. അദ്ദേഹത്തിന് പട്ടം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. 2 വർഷത്തിന് ശേഷം അദ്ദേഹം പട്ടം സ്വീകരിക്കുന്നു. ജീവിതകാലം മുഴുവൻ ദൈവവിശ്വാസമായിട്ട് വൈദികനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം 1966 അദ്ദേഹം മരിക്കുന്നത്. അപ്പോഴും വൈദികനാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ 2 വാക്യങ്ങൾ. ഒന്ന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 3-ാം വാക്യം, ലെറ്റ് ദെയർ ബി ലൈറ്റ്. മഹാവിസ്ഫോടനം എന്ന് പറയുന്ന ലെറ്റ് ദെയർ ബി ലൈറ്റും ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ അന്ന് മുതലാണ് ആകാശം എന്ന് പറയുമ്പോൾ സ്പേസ്, ഭൂമി മാത്രങ്ങളുടെ പ്രതീകം, ഇത് രണ്ടും ഉണ്ടായത്. അപ്പോൾ സൃഷ്ടി എന്നുള്ള ബൈബിളിൻ്റെ പ്രപ്പോസൽ ആണ് ബിഗ് ബാങ് തിയറിയുടെ പ്രചോദനമായിട്ട് ഈ ശാസ്ത്രജ്ഞൻ എടുത്തത്. പക്ഷേ ഈ ശാസ്ത്രജ്ഞൻ ഒരു വൈദികനായിരുന്നു, മരണം വരെ ദൈവവിശ്വാസിയായിരുന്നു എന്നുള്ളതും, ഐൻസ്റ്റീനെ പോലുള്ള ആൾ ക്രിസ്തുമതത്തിൻ്റെ ട്രിനിറ്റേറിയൻ സങ്കല്പത്തെ മാത്രമേ നിഷേധിച്ചിട്ടുള്ളൂവെന്നും അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നുള്ളതും, ന്യൂട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പുതിയ യുഗം സൃഷ്ടിച്ച മനുഷ്യശാസ്ത്ര ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ ഓപ്റ്റിക്സ്, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിയ മതമാറ്റിക്ക, ഈ 2 പുസ്തകങ്ങളിലും ദൈവമുണ്ടെന്നുള്ളതിൻ്റെ സാധൂരണീകരണമായിട്ട് എഴുതിയിട്ടുള്ള അനേകം കൊട്ടേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് മുഴുവൻ മാത്രമല്ല, ലൂയി പാസ്റ്ററിനെ പോലെ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ തമസ്കരിച്ചിട്ട് ശാസ്ത്രം ദൈവനിഷേധമാണെന്നും മതത്തെ അപ്രസക്തമാക്കി കളഞ്ഞെന്നും പറഞ്ഞതിനെ അതുപോലെ വിഴുങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ, ഈ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛൻ പറഞ്ഞ ആ ഉത്തരത്തെ ഒന്ന് സംഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ശാസ്ത്രീയ തിയറികൾ, ബിഗ് ബാങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള തിയറികൾ ദൈവവിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ ഇളക്കി എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുള്ളൊരു മറുപടിയായിരുന്നു അച്ഛൻ പറഞ്ഞത്. അതായത് ഈ ഒരു ശാസ്ത്ര തിയറികൾക്ക് പിന്നിലുള്ള ഒരു മതത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. അതുപോലെ ഇത്തരം തിയറികൾ എങ്ങനെ വിശ്വാസത്തെ ബലപ്പെടുത്തും എന്നൊരു എലമെൻറ്റും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛൻ അറിയിക്കുന്നു.